വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉച്ചയോടെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. കോഴിക്കോട് ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഭീഷണി ഇപ്പോഴും തുടരുന്നുമുണ്ട്. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ ഇന്ന് പുലർച്ചെയുണ്ടായ കനത്ത മഴയിൽ വീട് തകർന്നു. മാങ്കാവിലും പെരുവയിലും കിണറിടിഞ്ഞു താഴ്ന്ന സംഭവങ്ങളുമുണ്ടായി. ചെറുപുഴയും പൂനൂർ പുഴയും മാമ്പുഴയും കരകവിഞ്ഞു. AK അഭിലാഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. AK അഭിലാഷ്, ഈ ദൃശ്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് കാണുകയാണ്. കിണറിടിഞ്ഞ് വീഴുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭീതി ഏറ്റവും കൂടുതൽ വ്യക്തമായി കാണുന്ന ഒരു ദൃശ്യമാണിത്. സാധാരണ കിണറിടിഞ്ഞ് വീണാൽ ഇങ്ങനെ ഒരു വലിയ കുഴിയാണ് നമ്മൾ കാണുക. പക്ഷേ ഇത് തത്സമയം നമ്മൾ അതിന്റെ ഈ ബാത്റൂം അടക്കമുള്ള ഇത് കിണറിലേക്ക് ഇടിഞ്ഞ് വീഴുന്ന ദൃശ്യങ്ങളടക്കം കാണുകയുമാണ്. പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. തീർച്ചയായിട്ടും അതോ പല ദൃശ്യങ്ങളും നമ്മെ പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, മലപ്പുറത്തെ പാണക്കാട് മണ്ണിടിയുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് പലയിടങ്ങളിലും കിണർ ഇടിഞ്ഞു താഴുന്നു, വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് വീഴുന്നു. ഇത്തരത്തിൽ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വരികയും ചെയ്തു. ഏതായാലും ഉച്ചയോടുകൂടി പല സ്ഥലങ്ങളിലും മഴ കുറഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് വയനാട്, അതോടൊപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് മഴക്കുറവുള്ളത്. പക്ഷേ കോഴിക്കോട് ഇപ്പോഴും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. പ്രത്യേകിച്ച് കക്കോടി, അതോടൊപ്പം തന്നെ പറമ്പിൽ ബസാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അവിടെ തോണിയിലൊക്കെ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന സാഹചര്യം കൂടി ഇന്നുണ്ടായി എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ മലപ്പുറത്തും വയനാട്ടിലും ഇടപെട്ട മഴയാണ് ഇപ്പോൾ പെയ്യുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. പാലക്കാട്ടും മഴയുണ്ട്. ഇത്തരത്തിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് കോഴിക്കോട് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇനിയും മഴ ശക്തിപ്പെടും എന്നുള്ള മുന്നറിയിപ്പ് വരുമ്പോൾ അത് ഏതൊക്കെ മേഖലകളെ ആയിരിക്കും ബാധിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നത്. കാരണം അടുത്ത ദിവസങ്ങൾ മഴ ശക്തിപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പല വീടുകളും ഇത്തരത്തിൽ അപകട ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ വ്യാപകമായി തുറന്നിട്ടുണ്ട്. അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കുകയും അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് വരികയും ചെയ്തത്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി അല്പം മഴ മാറി നിൽക്കുന്നു. അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടും ഇടവിട്ട മഴ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് ഭീഷണി ഒഴിയുന്നില്ല എന്നതാണ് പ്രശ്നം.